കേരളം ഞെട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന UDF സർക്കാരിന്റെ ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാക്കിയാണ് LDF അധികാരമൊഴിഞ്ഞതെന്നായിരുന്നു UDFും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവരും സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നുവെന്ന് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും നടത്തുകയുണ്ടായി. അത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമായിരുന്നുവെന്നാണ് ധവളപത്രത്തിൽ തുറന്നു കാട്ടപ്പെട്ടത്. അതിന് കേവലം 2 ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. കേരളത്തിന്റെ പണി മാനേജ്മെന്റ്, സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഘടനാപരമായ വേരുകൾ എന്ന 2ാം ഭാഗം ഉപസംഹരിക്കുന്ന അധ്യായം ആരംഭിക്കുന്നത് 2026 മാർച്ചിൽ വർഷാവസാന ബാക്കി 6322 കോടി ആണെന്നത് സംസ്ഥാനം സാമ്പത്തികമായി മെച്ചപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നുവെന്ന് പറഞ്ഞാണ്. അതായത് ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുന്നതായിരുന്നില്ലെന്നും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരുന്നുവെന്നും ധവളപത്രം അടിവരയിടുന്നു. മെയ് പകുതിയായപ്പോൾ ബാക്കി നിൽപ്പ് 2212 കോടിയാണെന്നും സമ്മതിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പമാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ക്ഷാമബത്തയുടെ അവസാന വിഹിതം നൽകിയത്. കൂടാതെ വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തത് എന്നിങ്ങനെ ചെലവിനത്തിലുണ്ടായ വർധന പരിഗണിച്ചാലും ട്രഷറിയിൽ സാമാന്യം ഭേദപ്പെട്ട തുക ബാക്കിയുണ്ടായിരുന്നുവെന്ന് ധവളപത്രം വായിക്കുന്ന ധനതത്വശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്നതാണ്. മെയ് മാസത്തെ പെൻഷൻ ബക്രീദിന് മുൻപ് നൽകുമെന്ന അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും വ്യാപകമായി തടസ്സപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധി കാരണമല്ലെന്നും കെടുകാര്യസ്ഥത കാരണമാണെന്നും ഇതിലൂടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കിഫ്ബിയെ കുറിച്ചുള്ള കുപ്രചരണങ്ങളും ധവളപത്രത്തിൽ പൊളിച്ചെടുക്കപ്പെടുന്നു. ഘടനാപരമായ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം ധവളപത്രം മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും കിഫ്ബി എന്നത് ധീരമായ സാമ്പത്തിക സ്ഥാപന നവീകരണമായിരുന്നുവെന്ന് സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാന ബജറ്റിനെ ബാധിക്കുന്ന സാമ്പത്തിക പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന നൈപുണ്യത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിപണിയെ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാമ്പത്തിക നിക്ഷേപകരെ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു കിഫ്ബി. 9 വർഷത്തിലേറെയായി ഇത് യഥാർത്ഥ സംഘടനാ ശേഷി വളർത്തിയെടുക്കുകയും ഗണ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തുവെന്നും സംസ്ഥാന സർക്കാർ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഗുണനിലവാരം, സുസ്ഥിരത, ഡിജിറ്റൽ മാനേജ്മെന്റ് രീതികൾ എന്നിവയ്ക്ക് തുടക്കമിട്ടെന്നും പറയുന്നുമുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാന തത്വം ദുർബലപ്പെടുകയും വായ്പകൾ ലഭിക്കുന്നതിലെ പരിമിതികൾ ചൂണ്ടിക്കാട്ടുകയുമാണ് ചെയ്യുന്നത്. കിഫ്ബിയെ കുറിച്ചുള്ള കുപ്രചരണങ്ങൾ ഈ പരാമർശങ്ങളിലൂടെ പൊളിച്ചെടുക്കപ്പെട്ടിരുന്നു. ബജറ്റ് ലക്ഷ്യമനുസരിച്ചുള്ള നികുതി വരുമാനത്തിലും LDF സർക്കാരിന്റെ കാലയളവ് മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് ധവളപത്രത്തിൽ വ്യക്തമാണ്. നോട്ട് നിരോധനം, ചരക്കു സേവന നികുതി എന്നിങ്ങനെ സാമ്പത്തിക മേഖലയിൽ സുനാമി ഉണ്ടാക്കിയ കേന്ദ്ര നടപടികളുടെയും കോവിഡ് മഹാമാരിയുടെയും ഘട്ടങ്ങളിൽ ഒഴികെ എല്ലാ വർഷവും 90% മുകളിൽ നികുതി വരുമാനം ലക്ഷ്യം കൈവരിക്കാനായെന്ന് ധവളപത്രത്തിലുണ്ട്. പിന്നെയുള്ളത് കേരളം കടം വാങ്ങിയ തുകയാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടായ വൻകുറവും കോവിഡ് മഹാമാരി, പ്രളയങ്ങൾ എന്നിവയും സംസ്ഥാനത്തിനുണ്ടാക്കിയ അധിക ചെലവുകളും ഉൾപ്പെടെയാണ് കടബാധ്യത ആനുപാതികമായി വർദ്ധിക്കുന്നതിന് ഇടയാക്കിയത്. അക്കാര്യങ്ങൾ മറച്ചുവെക്കുകയും കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചതും BJP സർക്കാർ നയങ്ങളും പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശമ്പളവും ക്ഷേമാനുകൂല്യങ്ങളും നൽകുന്നത് പോലും വെട്ടിക്കുറയ്ക്കേണ്ടി വന്ന വിധം സാമ്പത്തിക പ്രതിസന്ധിയിലായ കാര്യം മറച്ചുവെച്ചാണ് കേരളം കടക്കെണിയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണെന്ന് വരുത്താനുള്ള പാഴ്ശ്രമം നടത്തുന്നത്. അതിനോടൊപ്പം ഈ ധവളപത്രം മറ്റു ചില ഭീഷണികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ, സ്വകാര്യവൽക്കരണം, പെൻഷൻ പ്രായവർധന, ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ആധാർ, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകൽ, 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്നിങ്ങനെ നിർദ്ദേശങ്ങളാണവ. 1991 കോൺഗ്രസ് സർക്കാർ ആരംഭിച്ച ഉദാരവൽക്കരണ നയങ്ങളെ പ്രകീർത്തിക്കുന്ന ധവളപത്രം അതിന്റെ തുടർച്ചയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിലെ BJP സർക്കാർ ഇതേ നയങ്ങൾ തന്നെയാണ് തുടരുന്നത്. അതിന്റെ ഫലമായാണ് സംസ്ഥാന വിഹിതത്തിൽ കുറവുണ്ടാകുന്നതും സ്വകാര്യവൽക്കരണം ശക്തിപ്പെടുന്നതും നികുതി കേന്ദ്രീകരണം ഉൾപ്പെടെ സംഭവിക്കുന്നതും. തങ്ങൾ വാഗ്ദാനം നൽകിയിരിക്കുന്ന ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിന് സാമ്പത്തിക സമാഹരണം പ്രയാസത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ UDF സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പോംവഴിയായാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നതിന്റെ പ്രകടമായ തെളിവാണ് ധവളപത്രം.